എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു അടിപൊളി മൊമെൻ്റാണിത്. അമ്മ ഇന്ന് ദുബായിലോട്ട് വരും. ഇതിപ്പോൾ നടന്നിട്ട് ഒരു 8 മന്തൊക്കെ കഴിഞ്ഞു. അന്ന് എടുത്തു വെച്ച വ്ളോഗാണിത്. എനിക്കിപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ റെഡിയപ്പ് ആവാനുള്ള അറ്റംപ്റ്റിലാണ്. ഞാൻ കുറേ ഡ്രസ്സൊക്കെ മാറ്റി നോക്കി. അമ്മനെ റിസീവ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പീക്ക് ലെവലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ നീട്ടത്തിലിരുന്ന മുടിയെടുത്ത് കേളി ഹെയർ പോലെയൊക്കെ ആക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് തോന്നി. പിന്നെ സിമ്പിളായിട്ട് ഒരു ടീഷർട്ടും ഒരു ഹുഡിയൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം ഇതിലോട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ദിസ് ഈസ് മൈ ലുക്ക്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണോ? നമ്മളുടെ ഒരു വലിയൊരു ഡ്രീം നടക്കാൻ പോകുമ്പോഴുള്ളതിന് മുന്നേ ഒരു നെർവസ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ്. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെച്ചാൽ എനിക്കിത് പറ്റുമോയെന്ന് എനിക്ക് മുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഒരു 5 വർഷം മുന്നേ ആലോചിക്കുമ്പോൾ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയതിൽ. വളരെ മിഡിൽ ക്ലാസ്സിലുള്ള ഒരു ഫാമിലിയാണ് എൻ്റെ. നമുക്ക് അന്നുള്ള കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചത് തന്നെ, ഫുഡൊക്കെ കഴിക്കുന്നത് എപ്പോഴാണെന്നറിയോ, ഞാനൊക്കെ ഒരു 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഒത്തിരി ചേഞ്ചായി. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് ദുബായിലോട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് താഴോട്ട് പോകാനുള്ള പ്ലാനിലാണ്. എൻ്റെ ഹെയറൊക്കെ ഞാൻ പഴയതുപോലെ തന്നെ ആക്കി. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേളി ഹെയർ ആക്കേണ്ടത്. ഓക്കെ, വാട്ടെവർ, അമ്മ വരുന്നതുകൊണ്ടുള്ള ഹാപ്പിനെസ്, അതിൽ നമ്മളിതൊക്കെ ചെയ്തു പോകും. പിന്നെ ലില്ലി ഫ്ലവർ വാങ്ങിച്ചത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവർ ലില്ലിയാണ്. അതിലെനിക്ക് റോസ് കളറുള്ള ലില്ലി കുറച്ചും കൂടി ഇഷ്ടമാണ്. അമ്മ ഇന്ന് ഇട്ട് വരുന്ന സാരിയും ഒരു റോസ് കളറാണ്. അതെനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അങ്ങനെ അബി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ അയണിങ് ചെയ്ത് കേൾ ചെയ്തത് അലമ്പായി, പക്ഷേ പ്രശ്നമല്ല. ബ്രേക്ക്ഫാസ്റ്റിക്ക് അബി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കാരണം ഇന്നലെ മൊത്തം കുറച്ചിരിക്കണായിരുന്നു. മുടി രസമാണ്. ആക്ച്വലി അമ്മയുടെ ഫ്ലൈറ്റ് 11 റീച്ച് ആവും. അബി എൻ്റെ അടുത്ത് ഒരു 8:30 ഒക്കെ ആകുമ്പോൾ റെഡി ആവാൻ പറഞ്ഞതാണ്. ഞാൻ ഒരു 1/2 hour ലേറ്റ് ആണ് എന്ന്. ലൈക്ക് എന്താ പറയുക, എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, കാരണം അമ്മ വരുവാണല്ലോ. അപ്പോൾ സമയം 9 ആയി. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് വരും. സോ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. പ്രോബ്ലം എന്താ പറ്റിയെന്ന് അറിയോ, ഞാനൊന്ന് ജസ്റ്റ് ഇത് ഇത് കെട്ടി വെച്ചു. മൊത്തം അപ്പോൾ ഇങ്ങനെയായി. ഇത് രസമുണ്ടോ? എൻ്റെ പണ്ടത്തെ ഹെയർ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, സെയിം കുറച്ച് വേവി ആയിട്ട്. പിന്നെ സ്ട്രെയിറ്റ് ആക്കി ഇടണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ ബ്ലാ 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 ബ്ലാ. അമ്മയ്ക്ക് ലെങ്ത്തുള്ള മുടിയാണ് ഇഷ്ടം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അബി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കഴിക്കണം. കാരണം എനിക്ക് നല്ല വിശപ്പാണ്. ഞാൻ വിശന്ന് കഴിഞ്ഞാൽ ഞാനല്ലാണ്ടോ. കോഫി ആൻഡ് ക്രോസ് വിത്ത്. ഞാൻ ഭയങ്കര അനോയിങ് ആണ് അബീനെ. എന്തുകൊണ്ട് അബി ലേറ്റ് ആയത്, 1 hour ലേറ്റ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് അബി എന്നെ താഴെ വന്ന് 1 hour ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടാണ് നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ താഴെ വന്ന് വെയിറ്റ് ചെയ്തതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എത്തും, എത്ര ടൈം എടുക്കും, എങ്ങനെയാണ് കാര്യങ്ങൾ, എന്താ ചെയ്യുക. അപ്പം അബി ഒന്ന് ആൻസൈറ്റി കുറച്ച് കുറയ്ക്കാനൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കാനാണ്. നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം അബുദാബിയിൽ സ്റ്റേ ചെയ്യണം. അതിന് ശേഷമായിരിക്കും ദുബായിലോട്ട് വരാനായിരുന്നു ഞങ്ങളുടെ ഇതുവരെയുള്ള പ്ലാൻ. ഇത് കരാമയാണ്. കരാമയുടെ ആ ഒരു മെട്രോ നമുക്കിതിവിടെ പോകുന്നത് കാണാം. നല്ല ഭംഗിയാട്ടോ ഈ ഒരു ഏരിയ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡേ ടു ഡേ ഒക്കെ ഉള്ളത്. ഡേ ടു ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to 20 ദിർഹം വരെയുള്ള തിങ്സ് അവിടെ ഉണ്ടായിരിക്കും. അതിന് മുകളിലുള്ളതുണ്ട്, പക്ഷേ മെജോറിറ്റി സാധനങ്ങൾ 1 to 20 ദിർഹം ആയിരിക്കും. ഞാൻ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു. മെയിനായിട്ട് ഡ്രസ്സസൊക്കെ അവിടെ ചീപ്പ് റേറ്റിന് കിട്ടും. ആ ഒരു സൈഡാണത്. അപ്പോൾ ഞാൻ അബിയുടെ അടുത്ത് ചോദിക്കുക എത്ര കിലോമീറ്റർ ഉണ്ട്, എപ്പോൾ എത്തും, എന്തൊക്കെ കാര്യങ്ങൾ. അതിന് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ അബി വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അബുദാബിയിലായിരുന്നു. അതിനുശേഷം എനിക്ക് വേണ്ടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ പപ്പയൊക്കെ ഒരു 23 വർഷം ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കുറച്ച് പ്ലേസൊക്കെ നമുക്ക് കാണാറുണ്ട്. എനിക്കൊക്കെ വർക്ക് ചെയ്യുമ്പോൾ AC-യിലൊക്കെ ഇരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ചൂടാണ്. ചൂടത്തൊക്കെ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിലേക്കൊക്കെ പൈസ അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഷെയ്ഖ് സായിദ് റോഡിലൂടെ പോകുമ്പോൾ ഓർക്കാറുണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മോർണിംഗ് കാണാനും നൈറ്റ് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അബുദാബിയിലോട്ട് ഇവിടെ നിന്ന് കുറച്ചധികം അവേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് പോകാൻ. ബ്ലോക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീച്ച് ആവാം. പോകുന്ന വഴിയിൽ കാണാൻ ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട്. അത് കാണാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. എനിക്ക് നല്ല ഉറക്കക്ഷീണം. അങ്ങനെ പെട്ടെന്ന് തന്നെ അധികമൊന്നും ഉറങ്ങിയില്ല. കുറച്ചൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റിപ്പോൾ നല്ലൊരു ഉറക്കം പാസ്സാക്കി. എനിക്ക് ഇന്നലെ രാത്രിയൊക്കെ അമ്മനെ വിളിക്കുന്നായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് നാട്ടിലത്തെ 8:30 ആയിരുന്നു. അപ്പോൾ ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് 5-നാണ്. അപ്പോൾ ഇവിടുത്തെ 3:30 അമ്മേനെ ഞാൻ വിളിച്ച് ഓക്കെ ആയോ എന്ന് ചോദിച്ചു. എമിഗ്രേഷൻ എല്ലാ കാര്യങ്ങളും
ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോൾ ആ ടൈമായി. പിന്നെ ഫ്ലൈറ്റ് എടുക്കുന്നേക്കാളും മുന്നേ വിളിച്ചു ഓളൊക്കെ അല്ലേ ചോദിക്കാം. അപ്പം എനിക്ക് ഉറക്കില്ല. അബി നല്ല കൂർക്കം വെച്ച് ഉറങ്ങിയിട്ടുണ്ടായിരിക്കും, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ഉറങ്ങിയത്. അപ്പം ഇനിയിപ്പോൾ ഒരു 10:58 ഇപ്പോൾ റീച്ച് ആവാറായിണ്ടാവും. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ എയർപോർട്ട് എത്തി. എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇതെല്ലാം. ഇപ്പോൾ ഷെയ്ഖ് സായിദ് റോഡൊക്കെ അടിപൊളിയാക്കിയ പോലെ തന്നെ അബുദാബിയിലെ എയർപോർട്ടൊക്കെ നല്ല മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എൻ്റെ ഫ്ലൈറ്റ്സ് ഇവിടെ ആവാറാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഒക്കെ നൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇത് കൂടെയൊക്കെ പോകാൻ. ചില സമയങ്ങളിൽ ഷാർജ, ദുബായ്, അബുദാബി വെച്ച് നോക്കുമ്പോൾ ചില സമയത്തൊക്കെ കേട്ടോ അബുദാബിയിലെ ഫ്ലൈറ്റ് ഭയങ്കര ചീപ്പായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് എയർപോർട്ടിൻ്റെ. അവിടെ നിന്ന് തന്നെ നമ്മളെ പിക്ക് ചെയ്യുക അവർ. 25 ദിർഹംസാണ് ദുബായിലോട്ട് വരാൻ. സൂപ്പർ കൂളായിട്ട് നമുക്ക് അവിടെ നിന്ന് വരാൻ പറ്റും. ഞാൻ ബേസിക്കലി അങ്ങനെയാണ് ചെയ്യാറ്. കുറേ അധികം ഫ്ലൈറ്റിൽ ചാർജുള്ള സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അബുദാബിയിൽ നിന്ന് ബസ് എടുത്ത് നേരെ ദുബായിലോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് സ്ലോട്ട് നോക്കുകയാണ്. പാർക്ക് ചെയ്തു. എന്നിട്ട് ഒന്ന് സെറ്റായിട്ട് അമ്മ ലാൻഡ് ചെയ്തെന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്തി. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. ലാൻഡ് ചെയ്ത ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി. ഓൾറെഡി ഫ്ലൈറ്റ് ലാൻഡഡ് ആണ്. ഇവിടെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അമ്മേനെ കാണാൻ പോകുന്നത്, അമ്മേനെ ദുബായിലേക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊണ്ടുവന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു മകൾ എന്ന നിലയ്ക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബിയും കൂടെ എൻ്റെ ഹാപ്പിനെസ് അബിക്ക് കാണുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടാറുണ്ട്. അതുപോലെ ഞാൻ ഓടിയിട്ടൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് എന്താ അറിഞ്ഞൂടാ. അയ്യോ 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ 6 മന്തിന് ശേഷം കാണാൻ പോകണം. അവിടെ റോസ് സാരി എടുത്തിട്ട് പെട്ടി വന്നിട്ട് വരുന്നില്ലേ, അതാണ് എൻ്റെ അമ്മ. ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക കേട്ടോ ഞാൻ അമ്മയുടെ അടുത്ത്. അമ്മ ആ ടൈമിൽ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ അമ്മോട് പറഞ്ഞു പെട്ടി ചെക്ക് ചെയ്യാനുണ്ട് അങ്ങോട്ട് വന്നു പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായിരിക്കും, എന്ത് പറ്റി, എന്തിനാണ് അവർ വിളിച്ചതെന്നൊക്കെ. അങ്ങനെ അമ്മ വീണ്ടും വന്നു ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പം അമ്മ എന്നോട് പറയാണ് പെട്ടിയിൽ അച്ചാറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അതിനുശേഷം അമ്മയ്ക്ക് ഒരു ഹഗ്ഗൊക്കെ കൊടുത്ത് ബൊക്കെയൊക്കെ കൊടുത്തു. അപ്പോഴാണ് ഞാൻ പോലും ശ്രദ്ധിക്കാതെ കാര്യം അമ്മ ശ്രദ്ധിച്ചത്. എൻ്റെ വൈറ്റ് ടീഷർട്ടിൽ ആ ലില്ലി ഫ്ലവറിൻ്റെ യെല്ലോ കളറിലുള്ള ഒരു പൊടിയില്ലേ അതായിട്ടുണ്ട്. അതൊന്നും ഞാൻ മൈൻഡാക്കി ഒന്നുമില്ല. അമ്മ ഫ്ലൈറ്റ് വരുമ്പോഴുള്ള ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോലീസ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് പെട്ടി ലാസ്റ്റായിട്ട് കൊണ്ടുപോയതിനും പറ്റിയിട്ട്. അപ്പോൾ അമ്മയ്ക്ക് മതി, അമ്മയ്ക്ക് എങ്ങനെയും ഒന്ന് കിടന്നാൽ മതി, കുറച്ച് ടയേർഡാണ്. ഈ ഓറഞ്ച് പൂവിന് 150. 3000 ചൂടൊക്കെയാണോ? ചൂടൊക്കെ ഇതന്നെ ഞാൻ ഡ്രസ്സൊക്കെ കഴുകി പുറത്ത് കൊടുന്നിട്ട് പിടിക്കും തുടങ്ങും. കിട്ടിയപ്പോ സമാധാനായിട്ടാ. ചിലരൊക്കെ മിക്കവരും അധികവും കുറെ ബിരിയാണിക്കാരാ. പിന്നെ ഒരു ജാതി കേക്ക് പോലത്തെ അതൊന്നും ഇവിടെ ചോദിച്ചില്ല. വിഷയൊക്കെ നോക്കി. ഫ്ലൈറ്റിൽ ഞാൻ ഓൾറെഡി ഫുഡിൻ്റെ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. അതല്ലാതെ ചൂട് ഓൾറെഡി നല്ല ചൂടായിരുന്നു ഈ ടൈമിൽ, അതിനെയും പറ്റി പറയാണ്. അപ്പോൾ ഈ അബുദാബിയിലെ ഈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ബനാന ടൈപ്പ് ഓഫ് ബിൽഡിംഗ്. ഇത് നല്ല രസമാണ്. ഇതിൻ്റെ വിൻഡോ ഇങ്ങനെ തുറക്കുകയൊക്കെ ചെയ്യും. ഇതെനിക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. നമ്മൾ റാഡിസണിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, അബുദാബിയിലെ റാഡിസൺ കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിലെല്ലാം ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് അമ്മ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചു. അപ്പം ഉറങ്ങുന്നതിന് മുന്നേ പെട്ടി പൊട്ടിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോയാലും അവരെല്ലാവരും പെട്ടി പൊട്ടിക്കാനായിരിക്കുമല്ലോ ആദ്യം വെയിറ്റ് ചെയ്തിരിക്കുക. സെയിം തിങ് ഇവിടെയും നമ്മൾ പെട്ടി പൊട്ടിക്കണം എന്ന് വിചാരിച്ചു. പെട്ടി പൊട്ടിക്കാനുള്ള ഏർപ്പാടാണ്. കുറേ ഐറ്റംസ് അമ്മ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അബിക്ക് ഓണക്കോടിയായിട്ട് മുണ്ടും ഷർട്ടാണ് കൊടുത്തത്. ഇത് കഴിഞ്ഞ വർഷം നടന്നുകൊണ്ടാട്ടോ ഞാനിത് ഓണത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. ഓണത്തിന് നമ്മുടെ ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അബിക്കൊരു മുണ്ടും ഷർട്ടും, അത് കഴിഞ്ഞ് എനിക്കൊരു സെറ്റ് മുണ്ടും ബ്ലൗസും അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വളകൾ, അബിയുടെ അമ്മ കൊടുക്കുന്ന സാരിയാണ് ഈ ഗോൾഡൻ കളർ
കളറിൽ അമ്മയുടെ അമ്മ കൊടുത്തുവിട്ട സാരിയാണ് ഇത് ഓണത്തിന് വേണ്ടിയിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഫസ്റ്റ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ സാരി കേട്ടോ, അമ്മയുടെ അമ്മ തന്നതാണ്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ജസ്റ്റ് വെറുതെ മിററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ച് നേരം ആസ്വദിച്ചൊക്കെ നിന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇങ്ങനെ വലിയ മാലക്കിട്. അമ്മയുടെ മാല എനിക്ക് തന്നു കേട്ടോ ആ ടൈമിൽ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ നോക്കി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ അമ്മ വന്ന വ്ളോഗ്. ഇനി നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നെക്സ്റ്റ് വ്ളോഗിൽ ചെയ്യാം. ഇതെനിക്ക് അബി കുപ്പിവെള്ളം ഇട്ടാൽ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു മൊമെൻറ്റ്. നമുക്ക് കുപ്പിവെള്ളം കിട്ടി തന്നെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.